ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്ന ഒരു ചെറിയ സന്ദേശം. ലെറ്റ് ജീസസ് യൂസ് us, നോട്ട് ഡിപ്പെൻഡ് ഓൺ us. ക്രിസ്തു നമ്മളെ ഉപയോഗിക്കട്ടെ, ക്രിസ്തു നമ്മളിൽ ആശ്രയിക്കരുത്. നാം വെറും വർക്കേഴ്സിന്റെ മനോഭാവത്തിൽ കാര്യങ്ങളെ കാണരുത്, മക്കളുടെ മനോഭാവത്തിൽ കാര്യങ്ങളെ കാണുവാനിടയാണ്. യേശു പിതാവിന് വേണ്ടി വർക്ക് ചെയ്തു, പക്ഷെ യേശുവിന്റെ മനോഭാവം പുത്രന്റെ മനോഭാവമാണ്. എ സൺ ഹൂ സർവ്സ്. അപ്പന് വേണ്ടി വേല ചെയ്യുന്ന ഒരു മകനായിട്ടായിരുന്നു പ്രവർത്തിച്ചത്. അതേ മനോഭാവമായിരിക്കണം നമ്മുടേതും. കൂലിക്കാരന്റെ മനോഭാവമാകരുത്. ഇന്ന് നല്ലൊരു പങ്കും തൊഴിൽ കൊടുക്കുന്ന വ്യക്തി തൊഴിലാളികളെ ആശ്രയിക്കുകയാണ്. പണ്ട് ഇങ്ങനെയായിരുന്നില്ല. ഈ അന്ത്യകാലത്ത് വരുന്നോറും പിശാച് സിസ്റ്റം അവൻ്റെതാക്കി കൊണ്ടുവരികയാണ്. തൊഴിൽ കൊടുക്കുന്ന ഒരാൾ തൊഴിലാളിയെ ആശ്രയിക്കുക. തൊഴിലാളിയെ ഒന്നും പറയാൻ പാടില്ല. തൊഴിലാളിയെ എന്തെങ്കിലും പറഞ്ഞാൽ തൊഴിലാളി പകുതിക്ക് വെച്ച് പണിയിട്ടിട്ട് മക്കളെ. പിന്നെ പണി കൊടുത്തവൻ പെട്ടില്ലേ, അത് നീ അങ്ങനെ ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവന് മുഖം മാറും, അവരുടെ മുഖം മാറും, പണിയിട്ടിട്ട് മക്കളെയും. അപ്പൊ യജമാനന് എന്താണ് വലിയത്? പണിയാണ് വലിയത്. കുഞ്ഞെ, നീ ക്രിസ്തുവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നീ കയറിപ്പോ. അല്ല, ക്രിസ്തു നിന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പണി കഴിഞ്ഞ് നിന്നെ മാറ്റിയിടും. മനസ്സിലായോ? ഇതാണ് മത്തായി 7:23, 22, 23. അനേകര് വന്നിട്ട്, ദൈവദാസന്മാരാ, അനേകര് വന്നിട്ട് പറയും, ഞങ്ങൾ നിന്റെ വേലയിലായിരുന്നു കേട്ടോ, ഞങ്ങൾ നിന്റെ വേലയിലായിരുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നറിയോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. എന്തൊക്കെ വേലയായിരുന്നു. വേല കഴിഞ്ഞിട്ട് കർത്താവ് മാറ്റിയിടുക. എന്താ പറയാ? ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു നാളെ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോ. ഈ ലോക ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ നാം പറയുകയാണ്, എനിക്ക് സമയമില്ലെന്ന് അത് ചെയ്യാൻ. അപ്പൊ നിനക്ക് 24 മണിക്കൂർ ദിവസം ദൈവം തന്നില്ലേ? തന്നോ? അപ്പൊ നീ അത് ഏത് കാര്യം ചെയ്യാൻ ഉപയോഗിച്ചു? നിന്റെ കാര്യം ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പൊ ആരുടെ കാര്യം ചെയ്യാൻ സമയമില്ല? നിന്നെ ഈ ഭൂമിയിലാക്കിയ ഉടമസ്ഥന്റെ കാര്യം ചെയ്യാൻ നിനക്ക് സമയമില്ല. ഉടമസ്ഥൻ ഇനി തന്റെ കാര്യം ചെയ്യാൻ ആരുടെ കാല് പിടിക്കണം? എന്റെയും നിങ്ങളുടെയോ? ഉടമസ്ഥൻ നമ്മളെ പറഞ്ഞു വിടാത്തത്, ഉടമസ്ഥന്റെ ശൈലി ഇങ്ങനെയാണ്. ഉടമസ്ഥനെ നമ്മൾ വകവെക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നാം നടക്കുകയും അവസാനം ഉടമസ്ഥൻ എങ്ങനെയെങ്കിലും തന്റെ പദ്ധതി നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ സഹിക്കുകയും ചെയ്ത യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എത്ര കാലം നിങ്ങളെ സഹിക്കും. നമ്മളെ യേശു സഹിക്കുകയാണോ? അവർ കൂടെ തെറ്റും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഏത് ചെയ്യും, ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞാൽ. ഇതേപോലെ ആയിരിക്കും നമ്മൾ ക്രിസ്തുവിന്റെ അടുക്കൽ പറഞ്ഞാലും നാഥ പറഞ്ഞാലും അടിയന്. അല്ലാതെ നാഥം പറയുമ്പോ ഇപ്പൊ സമയമില്ല, ഭയങ്കര തിരക്കായിരുന്നു, എന്റെ സ്വന്തം കാര്യങ്ങൾക്കായി അതിന് പോയി, ഇതിന് പോയി, മറ്റതിന് പോയി, ഇപ്പൊ സമയമില്ല, പിന്നെ ആകട്ടെ. ഹല്ലേലൂയ. നാം അങ്ങനെയാകരുത്. ദൈവത്തിന്റെ കാര്യം പറയുമ്പോ, ദൈവത്തിന്റെ വേലയുടെ കാര്യം പറയുമ്പോ അതിൽ നോ എക്സ്ക്യൂസ്. ലോകത്തിന്റെ കാര്യം പറയുമ്പോൾ അത് നമ്മുടെ സൗകര്യം പോലെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തുവെ പോലെ ആയിരിക്കണം. പരകാര്യം വന്നപ്പോ ആ പണി എന്നെ ആരെ ഏൽപ്പിച്ച്? പക്ഷേ ദൈവത്തിന്റെ കാര്യം വന്നപ്പോ യേശു ക്രിസ്തു പറയുന്നു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ഞാനും നിങ്ങളും അങ്ങനെയായി തീരട്ടെ. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനാലയത്തിൽ സഭായോഗവുമായി കടന്നു വന്ന ഏവരോടും ദൈവദാസന്മാരോടും ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, മനസ്സിലാക്കുക പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഭൂമിയിലേക്കുള്ള എക്സിറ്റുകളാണ്. ബൈബിൾ അതിന് പറയുന്ന മറ്റൊരു പേര് ഒന്ന് പറഞ്ഞേ. അറിയില്ല അല്ലെ? അടുത്തിരിക്കുന്ന ആളോട് പറയുക, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ദൂതനോട് പറയുക. നമ്മൾ ഓരോരുത്തരും
ഭൂമിയിൽ ദൈവത്തിന്റെ എക്സിറ്റുകളാണ്. അറിയാവുന്നവർ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ കൈ കൊണ്ട് അതിന്റെ ഇംഗ്ലീഷ് ലെറ്ററിന്റെ ആദ്യ വേർഡെന്ന് കാണിച്ചേ. ആദ്യ അക്ഷര വേർഡല്ല, ആദ്യ ലെറ്റർ എന്ന് കാണിച്ചേ. അതിന് ഇങ്ങനെയൊന്നും കാണിക്കൊന്നും വേണ്ട. ആ ലെറ്റർ ചുമ്മാ കൈ നോക്കിയാൽ തന്നെ ആ ലെറ്ററാ. ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇമ്മാനുവൽ. ദൈവം മനുഷ്യരോട് കൂടെ. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇതാണ് ദൈവത്തിന്റെ എക്സിറ്റ്. ദൈവത്തിന്റെ എക്സിറ്റ്. ജോബി ദൈവത്തിന്റെ എക്സിറ്റ് ആണ്. ജോൺസൺ ദൈവത്തിന്റെ എക്സിറ്റ് ആണ്. ക്രിസ്ത്യങ്കിൾ ദൈവത്തിന്റെ എക്സിറ്റ് ആണ്. ഈ കൂടിയിരിക്കുന്ന ഏവരും ദൈവത്തിന്റെ എക്സിറ്റ് ആണ്. പക്ഷെ നല്ലൊരു പങ്കും മൾ ഫങ്ഷനാണ്. അപ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ടെക്നീഷ്യനാണ് ഞാൻ. ഈ ബ്ലോക്കൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കിയെടുത്ത് ഈ പ്ലംബിംഗ് ജോലിയിൽ അതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ധ്യാനകേന്ദ്രത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. വഴി അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ പോകേണ്ടത് പുറത്തേക്ക് പോകത്തില്ല. അപ്പൊ സ്വർഗത്തിലെ ദൈവം നമ്മിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുമ്പോൾ നമ്മൾ ദൈവരാജ്യമായി മാറും, ഇമ്മാനുവലായി മാറും. അവരെയാണ് ദൈവപുത്രർ എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ബുദ്ധി കിടന്നുള്ള കളിയല്ല, വാഗൊണ്ടുള്ള പ്രസംഗ ടാലന്റുകളല്ല. ദൈവം നമ്മിലൂടെ വെളിപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഏവർക്കും ക്രിസ്തുവെ അനുഗമിച്ച് യാത്രയാണ്. ഹല്ലേലൂയ. ഇതെങ്ങനെ അറിയുന്നല്ലേ? ഇതറിയാൻ പ്രയാസമൊന്നുമില്ല. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം. ഇത്രയും നാൾ നമ്മുടെ ഉള്ളിൽ ഇത് മറിഞ്ഞിരുന്നു. അതാരായുന്നത് രാജാക്കന്മാർക്ക് മഹത്വം. ഞാൻ അതിന്റെ കൂടെ ഒന്നുകൂടി ഒളിഞ്ഞിരിക്കുന്നത് പറയട്ടെ, ഭാവിയിലെ രാജാക്കന്മാർക്ക് മഹത്വം. ഹല്ലേലൂയ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. കിങ്ഡം, ഭരണം നിനക്ക് തരുവാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ എല്ലാം എൻകറേജ് ചെയ്യുകയാണ്. ഓരോരുത്തരും ഇതിലേക്ക് ഈ കിങ്ഡം എക്സ്പീരിയൻസിലേക്ക്, സ്വർഗീയ പിതാവോടുകൂടെ ക്രിസ്തുവിൽ വസിച്ച് ഈ ഭൂമിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ആ സ്വർഗീയ ഭവനത്തിന്റെ ഭരണം വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ട ഭാഗ്യവാന്മാരാണ്. ആരോ നഷ്ടമാക്കരുതേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്ന ഒരു ചെറിയ സന്ദേശം. ലെറ്റ് ജീസസ് യൂസ് us, not depend on us. ക്രിസ്തു നമ്മളെ ഉപയോഗിക്കട്ടെ, ക്രിസ്തു നമ്മളിൽ ആശ്രയിക്കരുത്. കേൾക്കുക, ക്രിസ്തു നമ്മളെ ഉപയോഗിക്കട്ടെ, ക്രിസ്തു നമ്മളിൽ ആശ്രയിക്കരുത്. അത് നമുക്ക് നല്ലതല്ല. നാം ക്രിസ്തുവിൽ ആശ്രയിക്കണം. ക്രിസ്തു നമ്മളെ ആശ്രയിക്കരുത്. നാം ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ക്രിസ്തു നമ്മുടെ തലയാകും. ക്രിസ്തു നമ്മിൽ ആശ്രയിച്ചാൽ ക്രിസ്തു നമ്മുടെ തലയാകത്തില്ല. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാം ക്രിസ്തുവിൽ ആശ്രയിച്ച്
ഈ ഭൂമിയിൽ ജീവിക്കണം. എങ്ങനെ? ക്രിസ്തു പിതാവിൽ ആശ്രയിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചതുപോലെ. ഹല്ലേലൂയ. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കണ്ടോ? സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? എൻ്റെ പിതാവ് എനിക്ക് എന്താണോ കാണിച്ചു തരുന്നത്, എന്താണോ പറഞ്ഞു തരുന്നത്, അത് മാത്രം ഞാൻ പറയുന്നു, അത് മാത്രം ഞാൻ കാണിക്കുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ക്രിസ്തു നമ്മളിൽ ആശ്രയിച്ച് എന്ന ടേം പലർക്കും മനസ്സിലാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഇന്നത്തെ വർക്കേഴ്സ് ആണ് നാളത്തെ മക്കൾ. എൻജിൻ വർക്ക് ചെയ്യട്ടെ. ദൈവരാജ്യ സുവിശേഷത്തിൽ ദൈവം ചെയ്യുന്ന ആ ക്രിയയിൽ ഇന്നത്തെ വർക്കേഴ്സ് ആണ് നാളത്തെ മക്കൾ. അതുകൊണ്ട് നാം വെറും വർക്കേഴ്സിന്റെ മനോഭാവത്തിൽ കാര്യങ്ങളെ കാണരുത്. മക്കളുടെ മനോഭാവത്തിൽ കാര്യങ്ങളെ കാണുവാനിടയാണ്. യേശു പിതാവിന് വേണ്ടി വർക്ക് ചെയ്തു. പക്ഷെ യേശുവിന്റെ മനോഭാവം പുത്രന്റെ മനോഭാവമായി. എ സൺ ഹൂ സർവ്സ്, അപ്പന് വേണ്ടി വേല ചെയ്യുന്ന ഒരു മകനായിട്ടായിരുന്നു പ്രവർത്തിച്ചത്. അതേ മനോഭാവമായിരിക്കണം നമ്മുടേതും. കൂലിക്കാരന്റെ മനോഭാവമാകരുത്. ഇനി ഇതിലൊരു അപകടം ഞാൻ പറയാം. നാം ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ക്രിസ്തു നമ്മുടെ തലയാണ്. തലയെ മുറുകെ പിടിച്ചില്ല എങ്കിൽ വിരുതു പോവുകയും ചെയ്യും. ക്രിസ്തു നമ്മിൽ ആശ്രയിച്ചാണെങ്കിൽ, ക്രിസ്തുവിന്റെ പണികൾ നമ്മളിലൂടെ ചെയ്തെടുക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അവസാനം നമ്മളെ പുറത്താക്കും. പണിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്താക്കും. ഇത് മനസ്സിലാക്കി പോരണം. ഇത് സ്വർഗത്തിലെ ദൈവം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഇവിടുത്തെ സ്ഥാപനങ്ങളിലൂടെയാണ്, അതിൽ ജോലി ചെയ്യുന്നവരിലൂടെയാണ്. നിങ്ങൾക്കറിയാമോ, ഈ കാലത്ത് ജോലിക്ക് ആളെ കിട്ടാൻ പ്രയാസമാണ്. കാരണം സിസ്റ്റം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിശാച്. അപ്പൊ നിങ്ങൾക്കറിയാമോ, ദൈവവേലയ്ക്ക് ആളെ കിട്ടുന്നത് അതിലും പ്രയാസമാണ്. പ്രത്യേകിച്ച് യേശുവിനെ പോലെയുള്ളവരെ കിട്ടുന്നത് വളരെ പ്രയാസമാണ്. പൗലോസിനെ പോലെയുള്ളവരെ കിട്ടുന്നത് വളരെ പ്രയാസമാണ്. അപ്പൊ യേശു ക്രിസ്തു ഇത് കണ്ടിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 10:2 കടന്നു വരുമ്പോൾ,
യേശുക്രിസ്തു ആളെ അയക്കുക. ജോലിക്കാരെ അയക്കുമ്പോ യേശു നോക്കുമ്പോ തികയണില്ല. എന്നിട്ട് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, കൊയ്ത്ത് വളരെ ഉണ്ട്. കൊയ്ത്ത് എന്തോരമുണ്ട്? വളരെ ഉണ്ട്. വേലക്കാരോ ചുരുക്കം. വേലക്കാരോ ചുരുക്കം. അപ്പൊ കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാര് ചുരുക്കോ. അയ്യോ, അപ്പൊ ഈ വേലക്കാർക്കൊക്കെ എന്നാ പറ്റി? എല്ലാവരും ഭയങ്കര വേലയാണല്ലോ, ആർക്കും വേലയില്ലാത്തതില്ലല്ലോ. ആഹാ, വേലക്കാരെയൊക്കെ ശത്രു പിടിച്ചോണ്ട് പോയി. കർത്താവിന്റെ വേലക്കാരെയൊക്കെ ശത്രു പിടിച്ചോണ്ട് പോയി. ഉൽപ്പത്തിയിൽ വെച്ചേ പിടിച്ചോണ്ട് പോയതാ. എന്തിനാ? അടിമപ്പണി ചെയ്യിക്കാൻ. എന്തിനു വേണ്ടി? വയറിന്റെ അടിമ. വയറല്ലേ, സ്റ്റൊമക്കിന്റെ അടിമയായിട്ട് കൊണ്ടുപോയിക്കോ എല്ലാത്തിനെ. അങ്ങനെ സ്റ്റൊമക്കിന്റെ അടിമയായിട്ട് കൊണ്ടുപോയിട്ട് ദൈവം എന്താഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ദൈവം മക്കൾക്ക് അങ്ങ് മറച്ചു. ദൈവം എന്താ ചെയ്യണേന്ന് ഇത് ക്രിസ്ത്യാനിക്ക് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ മെസ്സേജിലും എബ്രായ ലേഖനം 2:10 ആവർത്തിച്ച് പറയുന്നത്. ഇത് പറയുമ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞില്ലേ, മനസ്സകത്ത് പറഞ്ഞില്ലേ ചിലര്. എന്നിട്ട് ആ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടാ? മടിയന്മാരായിട്ടിരിക്കില്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ഓ, പുത്രന്മാരെ നടത്തുകയാണല്ലേ, പുത്രന്മാരെ ഉണ്ടാക്കുകയാണല്ലേ. അപ്പൊ പുത്രന്മാരുടെ അകത്ത് കയറണമെങ്കിൽ ഇന്ന് ദാസന്റെ പണി നന്നായിട്ട് ചെയ്യണം. ഇന്ന് ദാസന്റെ പണി നന്നായിട്ട് ചെയ്താലേ പുത്രന്മാരുടെ അകത്ത് കയറൂ. നീ ഇവിടെ അല്പത്തിൽ വിശ്വസ്തനായെങ്കിൽ മാത്രമേ നിന്നെ അധികത്തിൽ വിചാരകനാക്കൂ. അതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവം പലതും തരുന്നത്. കുറച്ച് ആരോഗ്യം തന്നു. ആരോഗ്യം നീ വിശ്വസ്തമായിട്ട് കൈകാര്യം ചെയ്യുന്നുവോ? കണ്ണി കണ്ടതെല്ലാം മേടിച്ച് തിന്ന് 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 കൊഴുത്ത് ശരീരം അസുഖമാക്കി മാറ്റുകയാണോ? എന്നിട്ട് എനിക്ക് അയ്യോ 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 എന്ന് പറഞ്ഞിരിക്കുകയാണോ? നിനക്ക് തന്ന സ്വാധീനങ്ങളെ നശിപ്പിച്ച് കളയുകയാണോ? നിന്റെ കയ്യിൽ തന്ന, നമ്മുടെ കയ്യിൽ തന്ന പണത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നമ്മുടെ ജീവിത പങ്കാളി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? മാതാപിതാക്കന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇതെല്ലാം ടെസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക, എല്ലാം മാർക്കിട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ദൈവം തന്നതല്ലേ? മക്കളെ ദൈവം തന്നതല്ലേ? മക്കളെ യഹോവയുടെ ദാനം. ജീവിത പങ്കാളിയെ ദൈവം തന്നതല്ലേ? ഹല്ലേലൂയ. സാമർത്ഥ്യമുള്ള ഭാര്യ യഹോവയുടെ ദാനമല്ലേ? ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഈ ഭൂമിയിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ, ആരോഗ്യമുള്ളൊരു ശരീരം തന്നോ, ദൈവത്തിന്റെ ദാനമാണ്. ഇതൊക്കെ സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് അല്പത്തിൽ നാം വിശ്വസ്തനായെങ്കിൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകന്മാരാക്കും. അപ്പൊ നമ്മൾ ആരായിരിക്കും? ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ, ഒന്ന് ജോലി ചെയ്യാത്തവരെ ജോലിയിലേക്ക് വരണം. ജോലി ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ അതേ മനോഭാവത്തിൽ വേണം നാം ജോലി ചെയ്യുവാൻ. നാം ക്രിസ്തുവിനാൽ ഉപയോഗിക്കപ്പെടണം. ക്രിസ്തു നമ്മളിൽ ആശ്രയിക്കുകയല്ല വേണ്ടത്. ഇന്ന് ശ്രദ്ധിക്കാമോ? ഇന്ന് നല്ലൊരു പങ്കും തൊഴിൽ കൊടുക്കുന്ന വ്യക്തി തൊഴിലാളികളെ ആശ്രയിക്കുകയാണ്.
പണ്ട് ഇങ്ങനെയായിരുന്നില്ല. ഈ അന്ത്യകാലത്ത് വരുന്തോറും പിശാച് സിസ്റ്റം അവൻ്റെതാക്കി കൊണ്ടുവരികയാണ്. തൊഴിൽ കൊടുക്കുന്ന ഒരാൾ തൊഴിലാളിയെ ആശ്രയിക്കുക. തൊഴിലാളിയെ ഒന്നും പറയാൻ പാടില്ല. തൊഴിലാളി എന്തെങ്കിലും പറഞ്ഞാൽ തൊഴിലാളി പകുതിക്ക് വെച്ച് പണിയിട്ടിട്ട് കളയും. പിന്നെ പണി കൊടുത്തവൻ പെട്ടില്ലേ? അത് നീ അങ്ങനെ ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖം മാറും, അവളുടെ മുഖം മാറും. പണിയിട്ടിട്ട് കളയും. അപ്പൊ യജമാനന് എന്താണ് വലിയത്? പണിയാണ് വലിയത്. എടോ, നിങ്ങൾ പണി ഏൽപ്പിച്ച ആൾ അവിടെ കിടന്ന് ഉറങ്ങുവാണല്ലോടോ. മുതലാളി പറയും ഉറങ്ങിക്കോട്ടെ. കാരണം അവനെ എങ്ങാനും വിളിച്ചെഴുന്നേൽപ്പിച്ച് അവൻ ചൂടാവും. അവൻ പെട്ടെന്ന് പറയും എനിക്ക് മേലുവേദനയാണ്. മനസ്സിലായോ? മുതലാളി പറയും അവൻ ഉറങ്ങിക്കോട്ടെ, ഞാൻ അവനെ ആശ്രയിച്ച നിൽക്കണേ എന്റെ വേല തികയ്ക്കാൻ വേണ്ടി. പിന്നെ അവന് തോന്നുമ്പോഴൊക്കെ അവൻ ചെയ്യും. അവൻ മുതലാളിയെ ആശ്രയിച്ചല്ല നിൽക്കണേ, മുതലാളി അവനെ ആശ്രയിച്ച നിൽക്കണേ. ഇതേപോലെ ക്രിസ്തു നമ്മളെ ആശ്രയിച്ചാണോ നിൽക്കുന്നത്, നാം ക്രിസ്തുവിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത്, അവനവൻ പരിശോധിക്കുക. കുഞ്ഞെ, നീ ക്രിസ്തുവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നീ കയറിപ്പോവും. അല്ല, ക്രിസ്തു നിന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പണി കഴിഞ്ഞ് നിന്നെ മാറ്റിയിടും. മനസ്സിലായോ? ഇതാണ് മത്തായി 7:23, 22, 23. അനേകര് വന്നിട്ട്, ദൈവദാസന്മാരാ, അനേകര് വന്നിട്ട് പറയും ഞങ്ങൾ നിന്റെ വേലയിലായിരുന്നു കേട്ടോ, ഞങ്ങൾ നിന്റെ വേലയിലായിരുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നറിയോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. എന്തൊക്കെ വേലയായിരുന്നു. വേല കഴിഞ്ഞിട്ട് കർത്താവ് മാറ്റിയിടുക. കർത്താവ് ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോ. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് എനിക്ക് കർത്താവ് പഠിപ്പിച്ചു തന്നത് കർത്താവ് എന്നെ ഏൽപ്പിച്ച സ്ഥാപനങ്ങളിലൂടെ. ആദ്യകാലങ്ങളില് ഞാൻ പറയുമ്പോ അതനുസരിക്കുക, അത് ധിക്കാരം പറയുന്ന പല വ്യക്തികളെയും, പ്രോപ്പറായിട്ട് പണി ചെയ്യാത്ത പല വ്യക്തികളെയും ഞാൻ ഫയർ ചെയ്യുമായിരുന്നു. അവർ പറഞ്ഞു വിടുമായിരുന്നു. യാതൊരു ദാക്ഷിണ്യമില്ലായിരുന്നു, പറഞ്ഞു വിടുമായിരുന്നു. ഇങ്ങനെ പലരെയും പറഞ്ഞു വിടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ അത് വല്ലാത്ത ഭാരിച്ച ഒരു ഫൈനാൻഷ്യൽ ബർഡൻ എൻ്റെ മേൽ വന്നു. കാരണം ഒരാളെ പറഞ്ഞു വിടാൻ വളരെ എളുപ്പമാണ്. 30 സെക്കൻഡ് പോലും വേണ്ട, എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ക്യാൻസൽ ആയി. പക്ഷെ ഒരാളെ എടുക്കണമെങ്കിൽ ഒരു പീരീഡിന്റെ പ്രോസസ്സാണ്, സമയമെടുക്കും. ചിലപ്പോ അത് 2 ആഴ്ച മുതൽ 1 മാസം വരെ അതിലും കൂടുതൽ നിൽക്കും. മാത്രമല്ല, ഒരാളെ ക്യാൻസൽ ചെയ്ത് വേറൊരാളെ കൊണ്ടുവരുവാൻ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 2 ലക്ഷം രൂപ ചെലവാണ്. അപ്പൊ ഒരു 5 പേരെ പറഞ്ഞു വിട്ടിട്ട് വേറെ 5 പേരെ എടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപയാവും. ഭാരിച്ച ഫൈനാൻഷ്യൽ ബർഡൻ. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെയും പറഞ്ഞു വിടും, പുതിയ ആളെ എടുക്കും. പുതിയ ആളെ എടുത്തു കഴിഞ്ഞാൽ അവരെ മുഴുവൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൂടെ നിൽക്കണം, പഠിപ്പിക്കും. എന്റെ സമയവും കർത്താവ് എന്നോട് പറഞ്ഞു തന്നത്, കർത്താവ് ഉപയോഗിക്കുന്ന സിസ്റ്റം ഈ വ്യക്തികൾ എന്നെ ആശ്രയിച്ചില്ലേലും അവര് സൂത്രപ്പണിയിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിലും ഞാൻ അവരെ പറഞ്ഞു വിടത്തില്ല, അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. മക്കളെ, നമ്മൾ അങ്ങനെയാണോ? അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അവസാനം പണിയെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പറയും വീട്ടിൽ ഗെറ്റ് ഔട്ട്, പൊക്കോളാൻ പറയും. ഇന്ന് സഭാമണ്ഡലത്തിൽ നല്ലൊരു പങ്കും ഈ ഒരു കാറ്റഗറിയാണ്. എന്നിട്ട് ഒരാളെ എനിക്ക് കാണിച്ചു തന്നു, യൂദാസ്.
അവിടെ പറയുന്നു കർത്താവിന് അറിയാം യൂദാസ് കള്ളനാണെന്ന്. പണസഞ്ചിയിൽ വീഴുന്നത് അവൻ കണ്ടോണ്ടിരിക്കുക. കർത്താവ് അത് കണ്ടില്ലെന്ന് നടിച്ചു. പലയിടത്തും ഞാനൊരു കുരുടനാണേ, പലയിടത്തും ഞാനൊരു ചെകിടനാണേ. അപ്പൊ ജയജീവിതം വേണമെങ്കിൽ എന്ത് ചെയ്യണം? കക്കുന്നവൻ കട്ടിട്ട് കാണുന്നതും മിണ്ടാതിരിക്കണം. ആരുടെ മെത്തേടാ? യേശുവിന്റെ മെത്തേടാ. എന്താ കാര്യം? തൊഴിലാളി ഉറങ്ങുക. പലരും വന്ന് മുതലാളി റിപ്പോർട്ട് ചെയ്തു, അവൻ കിടന്ന് ഉറങ്ങണം, അവനെ പറഞ്ഞു വിടുന്നേ. മുതലാളി പറയും വേണ്ട, അവൻ ഉറങ്ങിക്കോട്ടെ. മനസ്സിലായ? അവസാനം പണിയെല്ലാം കഴിയുമ്പോ കർത്താവ് പറഞ്ഞു വിടും. എന്റെ മക്കളെ, കർത്താവ് നമ്മളെ പോലെയൊന്നുമല്ല. ഏൽപ്പിച്ച പണിയിൽ വിശ്വസ്തനാ കർത്താവ്. പല കാര്യങ്ങളെ നോക്കി ഓടത്തില്ല. പരകാര്യങ്ങളുണ്ടല്ലോ, അത് നോക്കി ഓടത്തില്ല. പിതാവ് തന്നെ ഏൽപ്പിച്ച വർക്കിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കല് കർത്താവിന്റെ അടുക്കല് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നൊരു ശുശ്രൂഷയുണ്ട്, എന്തെങ്കിലുമൊക്കെ തടയണതാണ്, വാ എന്ന അർത്ഥത്തിലുള്ളൊരു ശുശ്രൂഷ. അതെ, നമുക്ക് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് പോവാം. കമ്മീഷൻ ബേസ് ആണല്ലോ ഇന്ന്. എന്തിലും 3% ഉണ്ട്. അന്ന് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരാള് വന്ന് പറഞ്ഞു, എന്റെ സഹോദരനുമായി പ്രോപ്പർട്ടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വീട് വരെ ഒന്ന് വരണം. നല്ല കാര്യമല്ലേ, സമാധാനം ഉണ്ടാക്കാലോ. യേശുക്രിസ്തു ഉടനെ ചോദിച്ചു, എന്നെ ആരാണ് നിന്റെ അപ്പന്റെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുന്നവനാക്കിയേ? കാരണം എന്നെ എന്റെ പിതാവ് ആക്കി വെച്ചത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ, പരകാര്യം നോക്കി ഓടാൻ വേണ്ടിയല്ല. യേശു അതിൽ തന്നെ സ്റ്റേ ചെയ്തു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ബൈബിള് പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഫിലിപ്പിയ ലേഖനം 2:21. ക്രിസ്ത്യാനിയോടാ പറയുന്നത്. എല്ലാവരും സ്വന്തം കാര്യമത്ര അന്വേഷിക്കുന്നത്. ആരുപയോഗിച്ച്? യേശുവിന്റെ പേരും പറഞ്ഞ്. നമ്മളെ തന്നെ പരിശോധിക്കണം. യേശുവിന്റെ പേരും പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി നടത്തുകയാണോ? ഇന്ന് അനേകർക്ക് യേശുവിന്റെ പേരൊരു ഉപജീവന മാർഗോ, അവരുടെ ബിസിനസ് മാർഗോ. ഇതായിരിക്കരുത്. അവസാനം നമ്മളെ കർത്താവ് എടുത്തു മാറ്റും. കർത്താവ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇടയാകരുത്. നാം കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യണം. കർത്താവ് നമ്മളെ ഉപയോഗിക്കണം. ഫിലിപ്പിയ ലേഖനം 2:21. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഈ വചനം നമ്മളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം. അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നത്. സ്വന്തം കാര്യം. പക്ഷെ ഇവരൊക്കെ ആരുടെ പേരിലാണ് നിൽക്കണേ? എല്ലാവരും യേശുവിന്റെ പേരിലാണ് നിൽക്കണേ. എന്നിട്ട് എന്ത് കാര്യം നോക്കണേ? സ്വന്തം കാര്യം. സ്വന്തം കാര്യം. അങ്ങനെ ആകരുത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോക ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ നാം പറയുകയാണ്, എനിക്ക് സമയമില്ലെന്ന് അത് ചെയ്യാൻ. അപ്പൊ നിനക്ക് 24 മണിക്കൂർ ദിവസം ദൈവം തന്നില്ലേ? തന്നോ? അപ്പൊ നീ അത് ഏത് കാര്യം ചെയ്യാൻ ഉപയോഗിച്ചു? നിന്റെ കാര്യം ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പൊ ആരുടെ കാര്യം ചെയ്യാൻ സമയമില്ല? നിന്നെ ഈ ഭൂമിയിലാക്കിയ ഉടമസ്ഥന്റെ കാര്യം ചെയ്യാൻ നിനക്ക് സമയമില്ല. ഉടമസ്ഥൻ ഇനി തന്റെ കാര്യം ചെയ്യാൻ ആരുടെ കാല് പിടിക്കണം? എന്റെയും നിങ്ങളുടെയോ?
ഉടമസ്ഥൻ നമ്മളെ പറഞ്ഞു വിടാത്തത്, ഉടമസ്ഥന്റെ ശൈലി ഇങ്ങനെയാ. ഉടമസ്ഥനെ നമ്മൾ വകവയ്ക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നാം നടക്കുകയും അവസാനം ഉടമസ്ഥൻ എങ്ങനെയെങ്കിലും തന്റെ പദ്ധതി നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ സഹിക്കുകയും ചെയ്താൽ, യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എത്ര കാലം നിങ്ങളെ സഹിക്കും? നമ്മളെ യേശു സഹിക്കുകയാണോ? കുറച്ചൊക്കെ സഹിക്കാം, കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആകുന്നത് വരെ. പക്ഷെ ജീവിതകാലം മുഴുവൻ മൈൻഡ് സെറ്റ് കറക്റ്റ് ആകുന്നില്ലെങ്കിലോ നമ്മൾ പുറത്തു പോകൂലേ? ഇന്നത്തെ ദാസനാണ് നാളത്തെ മകൻ എന്നുള്ള കാര്യം മറക്കരുത്. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ വചനപ്രകാരം നമ്മളെ തന്നെ പരിശോധിക്കുക. നാം വെറും ആരാധനക്കാര് മാത്രമാണോ? അതോ ആരാധന സിനിമ കാണുന്നത് പോലെ, കുർബാന കാണുന്നത് പോലെ ആരാധന കാണുന്നവർ മാത്രമാണോ? അതോ ക്രിസ്തു പിതാവിൽ ആശ്രയിച്ച് പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ, പിതാവിനെ തലയാക്കി പിതാവിനെ വെളിപ്പെടുന്ന ശരീരമായതുപോലെ ആ ക്രിസ്തുവെ ആശ്രയിച്ച് ക്രിസ്തുവെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശരീരമാണോ നാം ആരാണ്? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നാം ആരാണ്? എന്റെ ജീവിതകാലത്ത് കർത്താവ് എനിക്ക് തന്നൊരു പോളിസിയാണ്. ഭൂമിയിലെ പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ ഞാൻ പറയും സമയമില്ല, സമയമില്ല, സമയമില്ല. ഇന്നലെ ഒരു ഫാമിലി ഇവിടെ കൗൺസിലിങ്ങിന് വന്നിരുന്നു. അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, പാസ്റ്ററിനെ നാട്ടിൽ വന്നാൽ കിട്ടത്തില്ല. അവർ 475 കിലോമീറ്റർ യാത്ര ചെയ്താ വന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 1000 കിലോമീറ്റർ. എന്നാൽ 1 മണിക്കൂറെങ്കിലും സ്വസ്ഥമായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വന്നേ. എന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം, പാസ്റ്റർ എന്ത് ചെയ്യുക ഇവിടെ? ഞാൻ പറഞ്ഞു, ഞാനൊരു ഇമ്പോർട്ടറാ. എവിടെന്നാ? ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും, ഭൂമിയിൽ മനുഷ്യർക്ക് കൊടുക്കും. ഓ, ഇങ്ങനെയുണ്ട് ഇമ്പോർട്ടർ. പിന്നെ ആദ്യകാലങ്ങളിൽ ഇങ്ങനത്തെ ഇമ്പോർട്ടർമാരുണ്ടായിരുന്നു, അപ്പസ്തോലന്മാരെ. ജനം പക്ഷെ സമ്മതിച്ചില്ല. ജനം പറഞ്ഞു, വാ, ഞങ്ങളുടെ വിധവന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ്, അവർക്ക് സാമ്പാർ കിട്ടുന്നില്ല, പായസം കിട്ടുന്നില്ല, നിങ്ങൾ വന്ന് ചോറും കറിയും വിളമ്പിയ സാമ്പാറും വിളമ്പിയ കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ അവര് പറഞ്ഞു, അതിന് നമുക്ക് വേറെ ആളെ തിരഞ്ഞെടുക്കാം, ഞങ്ങൾ ഇമ്പോർട്ടിൽ ഉറ്റിരിക്കട്ടെ, ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കട്ടെ. മറ്റൊരു നമുക്ക് ആത്മാവും ജ്ഞാനവും ഉള്ള വേറെ ആളുകളെ തിരഞ്ഞെടുക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ ദൈവം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, അതവർ ചെയ്യണം. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ജനത്തിൻ്റെതായ വിഷയങ്ങളുണ്ട്. വിഷയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു മുട്ടുവേദനയെങ്കിലും ഇല്ലാത്തവര്. ഒരാൾക്ക് മുട്ടുവേദന, ഒരാൾക്ക് തലവേദന, ഒരാൾക്ക് മോന്റെ പ്രശ്നം, ഒരാൾക്ക് ഭാര്യയുടെ പ്രശ്നം, ഒരാൾക്ക് ബിസിനസിന്റെ പ്രശ്നം, ഒരാൾക്ക് ജോലിയുടെ പ്രശ്നം, ഒരാൾക്ക് അമ്മായിയമ്മയുടെ പ്രശ്നം, ഒരാൾക്ക് കടഭാരം. ഇതെല്ലാം തീർന്ന ഏതെങ്കിലും മനുഷ്യനുണ്ടോ? അപ്പോ ഈ അപ്പസ്തോലന്മാരുടെ വിഷയം എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടി എടുത്ത് അവരുടെ മൈനസ് എന്ന പോർട്ടിലേക്ക് അവർ വെക്കില്ല. കാരണം അവരുടെ മനസ്സെന്ന പോർട്ട് ദൈവത്തിന് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. അത് സ്വസ്ഥമായിരിക്കണം. എങ്കിൽ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് സഭയ്ക്ക് ഇത് കൊടുത്ത് എല്ലാവർക്കും ആ വചനത്തിലെ ജീവനും സമാധാനവും ഐശ്വര്യവും ഒക്കെ ജനത്തിനുണ്ടാകാനായിട്ട് ഇടയാകും. അതാകണമെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ക്രിസ്തുവിനാൽ ഉപയോഗിക്കപ്പെടണം. ക്രിസ്തു നമ്മളെ ആശ്രയിക്കരുത്.
അതിനൊരിക്കലും ഇടവരുത്തരുത്. ക്രിസ്തു നമ്മളെ ആശ്രയിക്കാൻ, നാം ക്രിസ്തുവെ ആശ്രയിക്കണം. മനസ്സിലാക്കിക്കോളൂ. ക്രിസ്തു നമ്മളെ ആശ്രയിച്ച് തന്റെ പണികൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ പണി കഴിഞ്ഞ് ഒരുപക്ഷെ നാം പുറത്തു പോകും. അതാർക്കും ഉണ്ടാകരുത്. എന്നാൽ നാം തലയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ക്രിസ്തുവെ മുറുകെ പിടിക്കുകയാണെങ്കിൽ പറഞ്ഞ പോരാ, ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നമ്മുടെ വിരുദ് നഷ്ടപ്പെടത്തില്ല. ഇതാണ് കൊലോസ്യ ലേഖനം പറയുന്നത്. തലയെ മുറുകെ പിടിക്കാത്ത ആരും നിങ്ങളുടെ വിരുദ് കണ്ടോ തെറ്റിക്കരുത്. സമ്മാനം പോകുന്നു, സമ്മാനം പോകും എന്റെ മക്കളെ, സമ്മാനം പോകും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ആത്മീയ നിലവാരം പോരാ, അടുത്ത ഒരു ലെവലിലേക്ക്, ക്രിസ്തുവിന്റെ ആത്മീയ നിലവാരത്തിലേക്ക് നമ്മളുടെ ആത്മീക ജീവിതം മാറുവാനായിട്ട് ഇടയാകട്ടെ. ഇതാ കൊലോസ്യർ 2:18 പറയാണ്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡം മനസ്സിനാൽ വെറുതെ അങ്ങ് ചീർക്കുകയാണ്. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, നമ്മുടെ തലയാണ് ക്രിസ്തു. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധെത്തിക്കരുത്, നിങ്ങളുടെ സമ്മാനം എടുത്ത് കളയരുതെന്ന്. ഇപ്പോ വളരെ ശ്രദ്ധയോടെ നാം ആയിരിക്കണം, സമ്മാനം പോകരുത്. മത്തായി 7:22-23 ദൈവദാസന്മാരുടെ ഒക്കെ സമ്മാനം പോയി. നമ്മുടെ സമ്മാനം പോകരുത്. നമ്മളും ദൈവവേലയാന്നും പറഞ്ഞിട്ട് നിന്റെ നാമത്തിന് അത് ചെയ്ത് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനം പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാൻ കഷ്ടിച്ച് രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ. നീതിമാൻ എങ്ങനെ രക്ഷപ്പെടുന്നത്? കഷ്ടിച്ച് രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാണ് 1 പത്രോസ് 4:18-19 പറയുന്ന കാര്യം എന്ന് പറയുന്നത്. നാം പലപ്പോഴും കേട്ടത് ഇതാ വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നാ. അതൊക്കെ ഇവിടെ തകർന്നു പോകും. അവിടെ എഴുതിയിരിക്കുന്നു 1 പത്രോസ് 4:18-19 പറയാ, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ. അപ്പൊ നീതിമാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നേ? നീതിമാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നേ? പ്രയാസേന. ഹല്ലേലൂയ, പ്രയാസേന. പണ്ടൊക്കെ ഈ നമ്മുടെ ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു, ഈ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറണമെങ്കിൽ, ഇന്നിപ്പോ ഞാൻ ഒരിക്കല് കൽക്കട്ടയിൽ ട്രെയിൻ കയറാൻ പോയി. അയ്യോ, അന്ന് ട്രെയിൻ കയറുമ്പോ എന്റെ കൈയും കാലൊക്കെ പൊട്ടി. ആളുകള് ട്രെയിനിൽ കയറുന്നത് അതിന്റെ വിൻഡോയിൽ കൂടിയൊക്കെയാ അകത്ത് കയറുന്നത്. അതാ എനിക്ക് ഓർമ്മ വരുന്നേ. അത് പോലീസുകാര് തോക്കിന്റെ പാത്തിക്ക് അടിക്കുന്നുണ്ട് ആളുകൾ. അപ്പോ നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താ? അതുകൊണ്ട് യേശുവെ പോലെ ദൈവ ഇഷ്ടം ചെയ്ത്, യേശു നമ്മിൽ ആശ്രയിക്കുകയല്ല വേണ്ടത്, തന്റെ ജോലി ചെയ്യാനായിട്ട്. ഇന്നത്തെ ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതാ ജോലി കൊടുക്കുന്ന വീട്ടുകാരൻ ആ തൊഴിലാളി ആശ്രയിക്കണം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, നേരെ തിരിച്ചായിരുന്നു. ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം അങ്ങനെ ആകരുത്. പകരം ക്രിസ്തു നമ്മളെ ആശ്രയിക്കാൻ ഇടയാകരുത്. നാം ക്രിസ്തുവെ ആശ്രയിക്കും. ഒരു പ്രാവശ്യം പോകും. ഒരിക്കല് ഞാൻ ഓർക്കുന്നില്ല ആരോടാണെന്ന്, ഒരാളോട് പറഞ്ഞു, അത് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ ആ വ്യക്തി തിരിച്ചു പറഞ്ഞു, എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്നോട് പറയണം അത് ചെയ്യാമോ എന്നല്ല ചോദിക്കാം, അത് ചെയ്യാൻ പറയണം. അതോറിറ്റിക്ക് കീഴടങ്ങിയിരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അതോറിറ്റിക്ക് ചില മനുഷ്യരുണ്ട്, അവര് കൂടെ നിൽക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം, ഒന്ന് പറഞ്ഞാൽ മതി. ഇതേപോലെ ആയിരിക്കും നമ്മൾ ക്രിസ്തുവിന്റെ അടുക്കൽ. പറഞ്ഞാലും നാഥാ പറഞ്ഞാലും അടിയനില്ല. അല്ലാതെ നാഥൻ പറയുമ്പോ ഇപ്പൊ സമയമില്ല, ഭയങ്കര തിരക്കായിരുന്നു, എന്റെ സ്വന്തം കാര്യങ്ങൾക്കായി അതിന് പോയി ഇതിന് പോയി മറ്റതിന് പോയി, ഇപ്പൊ സമയമില്ല, പിന്നെ ആകട്ടെ. ഹല്ലേലൂയ. നാം അങ്ങനെ ആകരുത്.
ദൈവത്തിന്റെ കാര്യം പറയുമ്പോ, ദൈവത്തിന്റെ വേലയുടെ കാര്യം പറയുമ്പോ അതിൽ നോ എക്സ്ക്യൂസ്. ലോകത്തിന്റെ കാര്യം പറയുമ്പോൾ അത് നമ്മുടെ സൗകര്യം പോലെ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തുവെ പോലെ ആയിരിക്കണം. പരകാര്യം വന്നപ്പോ ആ പണി എന്നെ ആരെ ഏൽപ്പിച്ച്? പക്ഷേ ദൈവത്തിന്റെ കാര്യം വന്നപ്പോ യേശു ക്രിസ്തു പറയുന്നു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ഞാനും നിങ്ങളും അങ്ങനെയായി തീരട്ടെ. ശ്രദ്ധിക്കുക, യാത്രയിൽ പാപം വിട്ടൊഴിഞ്ഞു മാറുക, പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പാപം ചെയ്യുന്ന വ്യക്തിയാണ് നിന്റെ സഹോദരനെങ്കിൽ, പ്രൈസ് ദി ലോർഡ് ബ്രദർ പറയുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയോട് ഒന്ന് മനസ്സിലാക്കുക. ആ വ്യക്തി എതിർക്കുന്നെങ്കിൽ മാറി നിൽക്കുക. ആ സ്പിരിറ്റ് നിന്നിലും വ്യാപരിക്കും, നീയും പാപത്തിൽ വീഴുവാനായിട്ട് ഇടയാകും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ ലോകത്തിലെ അവിശ്വാസികളോട് മാറി നിൽക്കാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടോടിപ്പോകേണ്ടി വരും. പക്ഷെ സഹോദരൻ എന്ന് പേര് പറയുന്ന ഒരുവൻ, അവൻ ദൈവത്തിന്റെ നേർവഴിക്ക് നടക്കുന്നവനല്ല എങ്കിൽ അവനോട് സംസർഗം പോലും അരുത്, അവനുമായി ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നാണ്. കീപ് അവർ ലൈഫ് ഹോളി. നമ്മളുടെ ജീവിതം പരിശുദ്ധമായി സൂക്ഷിക്കുക. നമ്മളുടെ ഓരോ ചിന്തയും ഓരോ വാക്കും ദൈവത്തിൽ നിന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവവേല ചെയ്യുന്ന എല്ലാവരും ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. ചെയ്യാത്തവരോട് ഇതാ പറയുകയാണ്, എൻ്റെ പ്രിയ മക്കളെ, വെറുതെ എന്തിന് പ്രതിഫലം നഷ്ടപ്പെട്ടതാണ്? നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഇതാ നിങ്ങൾ പലപ്പോഴും ആർത്തിയോടെ വചനം കാണും. ആ വചനത്തിന്റെ താഴെ ദൈവത്തിന്റെ ആത്മാവ് എന്താണോ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുക, അത് കമന്റ് ആയിട്ട് കൊടുക്കുക. അതൊരു ദൈവവേലയാണ്. അത് ക്രിസ്തുവിന് സാക്ഷി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഇതാ നിങ്ങളുടെ പരിചയമുള്ള വ്യക്തികൾക്ക് ഇതാ വാട്സപ്പിൽ ഷെയർ ചെയ്യുക. പലരും എതിർക്കും, ആയിക്കോട്ടെ, എന്നാൽ ചിലരെയെങ്കിലും നേടുവാൻ നിങ്ങൾക്ക് കഴിയും. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ സമയം വേസ്റ്റ് ചെയ്യരുത്. ഉള്ള സമയം മുഴുവൻ കർത്താവിന്റെ പ്രവൃത്തികൾക്കായി നമ്മളെ തന്നെ ഏൽപ്പിക്കുക. അങ്ങനെ ഹെവൻലി ട്രേഡിങ്ങിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. ക്രിസ്തു നമ്മളെ ഡിപ്പെൻഡ് ചെയ്യരുത്, നാം ക്രിസ്തുവെ ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. ദൈവം നിങ്ങളേവരെ ഈ വചനത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് സംസാരിച്ചോ? അങ്ങനെ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. താങ്ക് യു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഓ ഫാദർ, താങ്ക് യു. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി അങ്ങയുടെ സന്ധിയിൽ ഒരുമിച്ച് കൂടുവാൻ അങ്ങ് തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. തല, ശരീരം എന്ന ബന്ധത്തിൽ ശരീരം എപ്പോഴും തലയെ ആശ്രയിച്ച് നിലകൊള്ളും. തല ശരീരത്തെ ഉപയോഗിക്കും. അത് തിരിഞ്ഞു വരാതിരിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. സകലത്തെയും തലതിരിക്കുന്ന പിശാച് ഞങ്ങളെ തലതിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോക വ്യവസ്ഥയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ ക്രിസ്തു എങ്ങനെ ജീവിച്ചു ആ നേർ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനായി മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇവരാരും തളർന്നു പോകാതെ വർദ്ധിപ്പാൻ അങ്ങ് സഹായിക്കണം. ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടായിരിക്കും, അങ്ങ് അവരെ സൗഖ്യമാക്കണം. രോഗികളായിരിക്കുന്നവർ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടാട്ടെ. എനിക്കത് മാറ്റിത്തരുവാൻ കർത്താവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച. ഏതെങ്കിലും പാപം നിങ്ങളെ ദൈവം ഓർപ്പിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രധാനം രോഗങ്ങൾക്ക് കാരണം പാപമാണ്. ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാണ്. ഈ നിമിഷം യേശു രക്തത്താൽ കഴുകപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താണ്. വീട്ടിലെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം ദൈവത്തിന് ഹിതമാകാതെ വരുമ്പോൾ, തൊഴിലാളികളുമായി മുതലാളികളുമായുള്ള സംസാരം, വ്യാപാര മേഖലയിലുള്ള സംസാരം,
പ്രവർത്തികൾ, കള്ളക്കണക്കെഴുത്ത്, മറ്റുള്ളവൻ്റെ അടിച്ചുമാറ്റൽ, നുണ പറച്ചിൽ, മറ്റുള്ളവന്റെ പേര് ദൂഷണം വരുത്തുക, സഹോദരിക്ക് തിന്മ വരുത്തുക, ഇങ്ങനെ പലതും പലതും പലതും. വീട്ടിലെ വാക്കുകളുടെ സംസാരം, ഇതൊക്കെ രോഗത്തിന് കാരണമായി തീരും. എന്തെങ്കിലും ദൈവം ഓർപ്പിക്കുന്നെങ്കിൽ ഈ നിമിഷം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങനെ രക്തത്താൽ ക്രിസ്തുവെ കൈ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോ ഈ വ്യക്തികൾ അനുഭവിക്കപ്പെടുന്ന ശ്വാസം മുട്ട, ശരീരവേദന, ഉൾത്തളങ്ങളിലെ വേദന, എല്ലാവിധ നീർക്കെട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കൈ അനക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നടുവേദന, എല്ലാം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശു ക്രിസ്തുവിനെ പുണരാൽ ഇപ്പോ ഈ മകളുടെ ജീവിതത്തിൽ സൗഖ്യം വരട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. കർത്താവേ കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി, കൊടുക്കുന്ന വിടുതലിനായി നന്ദി. സ്വീകരിച്ചേറ്റെടുത്താട്ടെ. ഒരു വാക്യൂം ക്ലീനർ വലിച്ചെടുക്കുന്നത് പോലെ ഈ സൗഖ്യം സ്വീകരിച്ചേറ്റെടുത്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം തന്ന സൗഖ്യം ഏറ്റെടുത്താട്ടെ. അങ്ങയുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി, കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. അങ്ങയുടെ സമാധാനം ഈ മക്കളുടെ മേൽ ക്രിസ്തു കൽപ്പിച്ചതുപോലെ കൽപ്പിക്കുന്ന കർത്താവേ, ആ സമാധാനം കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കുടുംബങ്ങളെയും ഒക്കെ കാത്തു പരിപാലിക്കാനൊക്കെയാണ്. ഇവരുടേതായ എല്ലാ ബിസിനസ് മേഖലകളും, എല്ലാ ഓഫീസ് മണ്ഡലം, എല്ലാ കൃഷി മണ്ഡലങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനൊക്കെയാണ്. ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. എല്ലാ മേഖലയിലും ഒരു അനുഗ്രഹമായി തീരട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളിലും അങ്ങയുടെ ദാസന്മാരോട് കൂടെ അങ്ങയുടെ ആത്മാവ് കൂടി കയറും. ഏറ്റവും മനോഹരമാകാനിടയാണ് ഓരോ വ്യക്തി സംസാരിക്കുമ്പോൾ ഇതാ ക്രിസ്തുവിന്റെ നിറവോളം നിറയുവാനൊക്കെ മക്കളെ സഹായിച്ചാണ്. അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവമഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. യേശു ക്രിസ്തു നമ്മളിൽ ആശ്രയിക്കരുത്, നാം യേശു ക്രിസ്തുവിൽ ആശ്രയിക്കും. ഏവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.